എല്ലാ സൗകര്യങ്ങളോടുകൂടി ഈ ക്രൂരമായ കൊലപാതകം ചെയ്ത പ്രതികൾ ജയിലിൽ വാഴുകയാണ്. എല്ലാ സൗകര്യങ്ങളും ജയിലിൽ കൊടുക്കും. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഇവർക്ക് ചെയ്തു കൊടുക്കുകയാണ്. പ്രതികൾ അവിടെ അഴിഞ്ഞാടുകയാണ് ജയിലിൽ. ഇപ്പൊ എൻ്റെ ഈ 24-25 വർഷമായിട്ടുള്ള ജയിൽ സന്ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് വ്യക്തമായിട്ടും തടവുകാരനെ കോടതി ഒരാളെ ജയിലിലേക്ക് അയക്കുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിന്നെ സമൂഹത്തിനും കുടുംബത്തിനും ഉപകാരപ്രദമാക്കുന്ന വ്യക്തിയായി രൂപപ്പെടുത്തുക എന്നതാണ് ജയിൽ ചട്ടവും നിയമവും അനുശാസിക്കുന്നത്. പക്ഷെ ഈ ഒരു ഫോർമേഷനോ ഒരു വിധത്തിലും ജയിലിനുള്ളിൽ നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന്റെ വളരെ വ്യക്തമായ തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കൊരു 56 പേരെ പാർപ്പിക്കാനായിട്ടുള്ളൊരു ജയിൽ കെട്ടിടം നിർമ്മിച്ചാൽ ആ ജയിലിലേക്ക് വരുന്നത് ഒരു 150 പേര്, അത് 200-ന് മേലിൽ വരെയൊക്കെ ആൾക്കാർ വന്നിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. എന്റെ ശ്രദ്ധയിൽ 240 പേര്, വെറും 56 പേരെ മാത്രം പാർപ്പിക്കാൻ പറ്റുന്ന സ്ഥലത്ത് 200 പേര് വരെ താമസിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ അവർക്ക് എന്ത് ഫോർമേഷൻ കിട്ടുക? അവർക്ക് എന്ത് അച്ചടക്കം ഉണ്ടാകും? ഈ 56 പേരെ പരിപാലിക്കാനായിട്ടുള്ള ഉദ്യോഗസ്ഥരെ പോലും ജയിലിനകത്തില്ല. ഒരു 30 പേരുണ്ടെന്നുണ്ടെങ്കിൽ 10 പേര് ലീവായിരിക്കും. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ പോകുന്നതിന്റെ സാഹചര്യത്തിലാണ് ഈ 56 പേരെ സ്ഥാനത്ത് 200-ന് മേൽ തടവുകാർ കിടക്കുന്നത്. അപ്പൊ കേരളത്തിലെ മിക്കവാറുമുള്ള ജയിലുകളുടെ എല്ലാം അവസ്ഥ ഇത് തന്നെയാണ്. ജയിലുകളുടെ എണ്ണം കൂടുന്നു. ഇപ്പൊ തവനൂര് പുതിയ സെൻട്രൽ ജയിൽ തുടങ്ങി. ആലപ്പുഴ കേന്ദ്രീകരിച്ച് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് സെൻട്രൽ ജയിലിനുള്ള സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുക. 50 ഏക്കർ സ്ഥലം വേണം. അതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് ഓർഡർ ഉണ്ടായി ആ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ജയിലുകളുടെ എണ്ണം കൂടുന്നതുകൊണ്ട് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? കുറ്റവാളികളുടെ എണ്ണം ഇവിടെ വർദ്ധിച്ചു വരുന്നു. ആ വർദ്ധിച്ചു വരുന്ന കുറ്റവാളികളെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനമില്ല. അപ്പൊ കോടതി നിഷ്കർഷിക്കുന്നത് പോലെയുള്ള ഒരു ഡെവലപ്മെന്റ്സ് പൊതുസമൂഹത്തിലോ ജയിലിനകത്തോ ഉണ്ടാകുന്നില്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്, ഇങ്ങനെ കുറ്റവാളികൾ വർദ്ധിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം എന്താണ് കേരളത്തിൽ ഇത്രയൊക്കെ? ഇത് മുമ്പ് നമ്മുടെ ഇടയിൽ ചവറയച്ചന്റെയൊക്കെ കാലത്ത് സ്കൂളുകൾ തുടങ്ങിക്കൊണ്ടിരുന്നത് കുറ്റവാളികളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളുകൾ തുടങ്ങിക്കൊണ്ടിരുന്നത്. ഞാൻ ശുശ്രൂഷയ്ക്കായിട്ട് ജയിലിലേക്ക് ഇറങ്ങുമ്പോൾ കേരളത്തിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് 25 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ 36 ജയിലാണ് ഉണ്ടായിരുന്നത്. അത് ഇന്ന് നേരെ ഇരട്ടി ജയിലുകളുടെ എണ്ണമായിട്ട് മാറി. 60 ജയിലിനടുത്ത് ഇപ്പോൾ ഉണ്ടായി. ബോയ്സ് സ്കൂൾ അടക്കം 60ഓളം ജയിലുകൾ ഇപ്പോൾ കേരളത്തിലുണ്ട്. അപ്പൊ ഇത് ക്രമാതീതം നമ്മുടെ സംവിധാനങ്ങളൊന്നും ശരിയല്ല എന്ന് വളരെ വ്യക്തമാകുന്ന തരത്തിലേക്കാണ് പോകുന്നത്. ഈ വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തെ വലിയൊരു കുറ്റവാളികളുടെ സംസ്ഥാനമായിട്ട് മാറുന്നൊരു സാഹചര്യം ഉണ്ടാകും. കേരളത്തിലെ ജയിലുകളിൽ വലിയ കുറ്റകൃത്യങ്ങൾ നമ്പറുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവർ നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള ക്രിമിനൽ സ്വഭാവങ്ങൾ മാറും. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നവര് അകത്തേക്ക് പോയതിനേക്കാൾ വലിയ കുറ്റവാളിയായിട്ട് തിരിച്ചു വരുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ഒരുപാട് പേർക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ക്രിസ്മസ് ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലാ ജയിലിൽ ചെന്നപ്പോൾ ഒരു കൊലക്കേസ് പ്രതി, അത് പാരമ്പര്യമായിട്ട് വർഷങ്ങളായിട്ട് ജയിലിൽ കഴിയുന്ന പല കേസുകളും ചെറിയ ചെറിയ കേസുകളായിട്ട് എനിക്ക് 10-20 വർഷമായിട്ട് അവൻ ജയിലിൽ 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ ആയിട്ട് കേസ് സൃഷ്ടിക്കപ്പെട്ട് കഴിയുന്നവനാണ്. അത് നല്ലൊരു ചിത്രം വരച്ചു വെച്ചിരിക്കുന്നു. ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൂലിനകത്ത് തുണിക്കകത്ത് നൂല് കൊണ്ട് നെയ്ത വളരെ മനോഹരമായ ഒരു ചിത്രം. കാരണം അവനൊരു കൊലക്കേസിലെ പ്രതിയാണ്, പിടിച്ചുപറിക്കാരനാണ്, മോഷ്ടാവാണ് ഒക്കെ ആണെങ്കിൽ പോലും അവനിൽ വരുന്ന ഒരു മാറ്റത്തെ നമുക്ക് കണ്ട് പ്രോത്സാഹിപ്പിക്കുവാനായിട്ടുള്ള സാഹചര്യം ഇന്ന് കേരളത്തിലെ ജയിലുകളിലില്ല. കാരണം അവനെ ഒരു മാധ്യമങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വരുമ്പോൾ അവനുണ്ടാകുന്നൊരു മാറ്റമുണ്ട്. അവനെ അങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിൽ അവന് വരച്ച ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുവാനായിട്ടുള്ള അവസരമില്ല. അവൻ ശിക്ഷാപ്രതി ജയിലിനകത്ത് കിടക്കുക. അപ്പൊ അതിന് ഉദ്യോഗസ്ഥന്മാരെ സമ്മതിക്കത്തില്ല. എന്നാൽ അത് മാധ്യമങ്ങൾക്കിലേക്ക് വന്നു കഴിയുമ്പോൾ അവനുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്. അത് അവനിൽ ഈ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മാറ്റം വരുവാനും അവനതിന് സഹായിക്കും. ആ നല്ലൊരു ചിത്രം വരയ്ക്കണമെങ്കിൽ നെയ്തെടുക്കണമെങ്കിൽ അവൻ എത്രത്തോളം അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. അത് അവനിൽ വരുന്നൊരു മാറ്റത്തിന്റെ വലിയ അടയാളമായിട്ടാണ് നമുക്ക് കാണേണ്ടത്.
ഈ ജയിലില് സൗകര്യങ്ങള് അവരെ കുറിച്ച് പറഞ്ഞല്ലോ. പൊതുവെ ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ജയിലിലെ ഭക്ഷണക്രമങ്ങളെ കുറിച്ച്. അവിടെ ഭയങ്കര ഒരു ദിവസം മാറ്റങ്ങൾ, നമ്മൾ കഞ്ഞി പയറും കുടിക്കുന്നത്, അവിടെ അത് കുടിക്കുന്ന രീതിയിലുള്ള ചർച്ച വരുന്നു. അപ്പൊ അതേക്കുറിച്ച് എന്താണ് പറയുന്നത്? ഈ ജയിലിലെ ഭക്ഷണ കാര്യങ്ങള് നമ്മള് എന്ത് ഭക്ഷണം കൊടുത്താലും നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു തത്തയെ പിടിച്ച് കൂട്ടിലിട്ടതുപോലെയാണ് ഒരു വ്യക്തി ജയിലിലേക്ക് കടന്നു വരുന്നത്. അവന്റെ നിയമം വഴി അവന്റെ സകല സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെടുകയാണ് ചെയ്തത്. ഒരു ഇന്ത്യൻ പൗരന് നിയമം വഴി ലഭിക്കേണ്ട സകല സ്വാതന്ത്ര്യവും ഒരു കുറ്റവാളി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു വ്യക്തി റിമാൻഡ് ചെയ്യപ്പെടുമ്പോൾ, ജയിലിലേക്ക് പോകുമ്പോൾ അവൻ നിഷേധിക്കപ്പെടുകയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് ബിരിയാണി വെച്ച് കൊടുത്താലാണ് അവനൊരു മാറ്റം ഉണ്ടാവുക, അവനൊരു ആനന്ദം ഉണ്ടാവുക? ഈ പറയുന്ന പോലെ ഒരു ദിവസം മട്ടനും, ഒരു ദിവസം മീനും, ഒരു ദിവസം ചിക്കനും ഒക്കെ ജയിലിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ അപര്യാപ്തതകൾ അതൊരു വ്യക്തിക്ക് അവകാശപ്പെട്ടതല്ലേ, അത് കൊടുക്കണ്ടേ? നമ്മൾ മാത്രം കഴിച്ചാൽ മതി? അവർ കുറ്റവാളിയാണെന്നും പറഞ്ഞുകൊണ്ട് പട്ടിണി കിടക്കേണ്ട സാഹചര്യമാണ്. അവർക്ക് മെച്ചപ്പെട്ട ഭക്ഷണം കൊടുക്കണം. മെച്ചപ്പെട്ട ഭക്ഷണം, ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് കൊടുക്കാൻ പറ്റുമെങ്കിൽ മെച്ചപ്പെട്ട ഭക്ഷണം കൊടുക്കണം. നമ്മൾ ആഴ്ച ഒരിക്കലെങ്കിലും ഇറച്ചി കൂട്ടുന്നു, മീൻ കൂട്ടുന്നു, എല്ലാ ദിവസവും മീൻ കൂട്ടുന്നു, ഞായറാഴ്ച ദിവസം പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിക്കുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ ജയിലി സാമ്പാറും തോരനുമാണ് കൊടുക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഭക്ഷണത്തിന്റെ കാര്യത്തിലല്ല, ഭക്ഷണം കൊടുക്കുന്നതിന്റെ കാര്യത്തിൽ നമ്മൾ ഒരാൾക്കൊരു ഭക്ഷണം കൊടുക്കുമ്പോൾ മെച്ചപ്പെട്ട ഭക്ഷണം കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയണ്ടേ? അത് വളരെ പൊതുസമൂഹം മെച്ചപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.